നമസ്കാരം. ഇന്ത്യയെ കാര്യമില്ലാതെ ചൊറിയാൻ വന്ന പാകിസ്ഥാന്റെ മസ്തകത്തിട്ട് തന്നെ അടിക്കുകയായിരുന്നു. തൊട്ടത് ഇന്ത്യയാണ് എന്നും പ്രത്യാഘാതം ഇത്രയും വളരെ വലുതായിരിക്കുമെന്നും പാകിസ്ഥാൻ കരുതിയില്ല. അവസാനം ചെയ്തുപോയ സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ഇന്ത്യയുടെ കാൽക്കൽ വീണ പാകിസ്ഥാൻ മാപ്പപേക്ഷിക്കുകയായിരുന്നു. എന്തായാലും പാകിസ്ഥാനിന്റെ ഈ വെളിപ്പെടുത്തലോടെ അവസാനിച്ചിരിക്കുന്നത് ട്രംപിന്റെ തള്ളലാണ്. ഇന്ത്യ പാക് യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചത് താനാണെന്ന വീരവാദം മുഴക്കി ട്രംപ് നടക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ ഈ വാദങ്ങളെ പൊളിച്ചടക്കിയിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണവുമായി എത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നതോടെയാണ് വെടിനിർത്തലിനായി ഇന്ത്യയോട് അപേക്ഷിക്കുകയായിരുന്നു എന്ന സത്യമാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇസ്ഖാക് ദർ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിലെ സുപ്രധാന വ്യോമതാവളങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെ വെടിനിർത്തലിനായി ഇന്ത്യയോട് അഭ്യർത്ഥിക്കാൻ തങ്ങൾ നിർബന്ധിതരാവുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ റാവൽപിണ്ടിയിലെയും പഞ്ചാബ് പ്രവിശ്യയിലെയും 2 വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു. ഈ ഘട്ടത്തിൽ മധ്യസ്ഥതയ്ക്കായി സഹായം തേടി യുഎസിനെയും സൗദി അറേബ്യയും സമീപിച്ചു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളം, പഞ്ചാബ് പ്രവിശ്യയിലെ PAF ബേസ് റഫി എന്നറിയപ്പെടുന്ന ഷോർട്ട്കോട്ട് വ്യോമതാവളം ഇന്ത്യ ആക്രമിച്ചുവെന്നും അദ്ദേഹം സമ്മതിക്കുന്നു. പുലർച്ചെ 2:30 ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി. നൂർഖാൻ വ്യോമതാവളം, ഷോർട്ട്കോട്ട് വ്യോമതാവളം അവർ ആക്രമിച്ചു. 45 മിനിറ്റിനുള്ളിൽ സൗദി രാജകുമാരൻ ഫൈസൽ തന്നെ വിളിച്ചുവെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള സംഭാഷണത്തെക്കുറിച്ച് അറിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയുമായി സംസാരിച്ച് വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾ തയ്യാറാകുമോ എന്നാണ് ചോദിച്ചത്. തയ്യാറാണെന്ന് പറയുകയും പിന്നീട് അദ്ദേഹം എന്നെ തിരികെ വിളിക്കുകയും S ജയശങ്കറുമായി സംസാരിച്ച് ഇക്കാര്യം അറിയിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിരുന്നു. നിരവധി ഭീകരവാദികളെയും ഭീകര കേന്ദ്രങ്ങളെയും ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര തലത്തിലുള്ള ചർച്ചയിലൂടെ വെടിനിർത്തലിന് ധാരണയിലെത്തുകയായിരുന്നു.